ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിഷ്ണു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരുടെയും അഭ്യർത്ഥന മാനിച്ച് LGS വേരിയസ് കാറ്റഗറി നമ്പർ 548/2019 ഇതിൻ്റെ ഓരോ ജില്ലയിലെയും എത്രത്തോളം അഡ്വൈസ് പോയെന്ന് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യാൻ പോവുകയാണ്. അത് 14 ജില്ലയിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓരോ ദിവസം 1-2 വീഡിയോ ഒക്കെ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഇനി ഇപ്പം നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൽ ഉള്ള ആൾക്കാർ തീർച്ചയായും ഈ വീഡിയോ കണ്ടിരിക്കണം. അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ള ഉദ്യോഗാർത്ഥികളും ഈ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് സപ്ലിമെൻ്ററി ലിസ്റ്റിലാണോ അല്ലെങ്കിൽ മെയിൻ ലിസ്റ്റിലാണെങ്കിൽ തന്നെയും എത്രത്തോളം അഡ്വൈസ് പോയി എന്നുള്ള കാര്യം കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോഴുള്ള റാങ്ക് ലിസ്റ്റിൽ ഇനി അഡീഷണൽ ആയിട്ട് എത്ര വേക്കൻസി ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഈ റാങ്കിൽ എത്രത്തോളം അഡ്വൈസ് OC അല്ലെങ്കിൽ BC പോകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ ആദ്യമേ ഇന്ന് പറയാൻ പോകുന്നത് കൊല്ലം ജില്ലയുടെ LGS വേരിയസിന്റെ ഡീറ്റെയിൽസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന്റെ അഡ്വൈസിന്റെ ഇന്ന് വരെയുള്ള അഡ്വൈസിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ടോട്ടൽ അഡ്വൈസ് 532 ആണ്. അത് ലാസ്റ്റിൽ അഡ്വൈസ് പോയേക്കുന്ന ഡേറ്റ് 13/2/2025 അപ്പോൾ അതിനകത്ത് മെയിൽ OC 430 റാങ്ക് വരെ അഡ്വൈസ് പോയിട്ടുണ്ട്. ഫീമെയിൽ OC 424 ആൾക്ക് വരെ അഡ്വൈസ് പോയിട്ടുണ്ട്. EBT 463 ആൾക്ക് മെയിൽ അഡ്വൈസ് പോയിട്ടുണ്ട്. ഫീമെയിൽ 420 ആണ്. ഓക്കെ, അപ്പോൾ SSCയിൽ സപ്ലിമെന്ററി ലിസ്റ്റ് 24 മെയിൽ, സപ്ലിമെന്ററി ലിസ്റ്റ് 8 ഫീമെയിൽ. അപ്പോൾ ഈ സപ്ലിമെന്ററി ലിസ്റ്റ് 24 മെയിൽ വരാനുള്ള കാരണം അതിനകത്ത് പാസ്ഡ് ഓവർ കാൻഡിഡേറ്റ് ഉണ്ട് ഫീമെയിൽ. അത് 9 റാങ്ക് 9 ഉണ്ട്, 10 ഉണ്ട്, 11 ഉണ്ട്, 13 ഉണ്ട്, 14 ഉണ്ട്, 17 ഉണ്ട്, 19 ഉണ്ട്, 21 ഉണ്ട്, 22 ഉണ്ട്, 23 ഉണ്ട്. അന്നേരം ഇവർക്കൊന്നും അഡ്വൈസ് പോയിട്ടില്ല. അത് പാസ്ഡ് ഓവർ ആണ്. കാരണം നൈറ്റ് വാച്ച്മാൻ എന്നുള്ള പോസ്റ്റിന് നമുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സമ്മതപത്രം ചോദിക്കും എന്നുള്ളത്. അപ്പോൾ സമ്മതപത്രം കൊടുക്കാത്ത അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ പാസ്ഡ് ഓവറായിട്ട് മാറ്റി വെക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള അത്രയും ഉദ്യോഗാർത്ഥികൾ ഇനി SSCയിൽ ഫീമെയിൽ അഡ്വൈസ് പോകാനായിട്ട് ഉണ്ട്. ഓക്കെ, ST സപ്ലിമെന്ററി ലിസ്റ്റ് 8 മെയിൽ, സപ്ലിമെന്ററി ലിസ്റ്റ് 10 ഫീമെയിൽ. മുസ്ലിം 593 റാങ്ക് വരെയാണ് അഡ്വൈസ് പോയിരിക്കുന്നത്. അതിനകത്തും പാസ്ഡ് ഓവർ ഉണ്ട്. ഫീമെയിൽ 474 പോയിട്ടില്ല, 486 പോയിട്ടില്ല, 547 പോയിട്ടില്ല, 579 പോയിട്ടില്ല. അതെല്ലാം ഫീമെയിൽസ് കാൻഡിഡേറ്റ് ആണ്. ഓക്കെ, ലാറ്റിൻ കത്തോലിക്ക ആംഗ്ലോ ഇന്ത്യൻ സപ്ലിമെന്ററി ലിസ്റ്റ് 6 മെയിൽ, സപ്ലിമെന്ററി ലിസ്റ്റ് 7 ഫീമെയിൽ. OBC സപ്ലിമെന്ററി ലിസ്റ്റ് 2 മെയിൽ, മെയിൻ ലിസ്റ്റിൽ 588 ഫീമെയിൽ. വിശ്വകർമ്മയിൽ 453 മെയിൽ, 479 ഫീമെയിൽ. SIUC സപ്ലിമെന്ററി ലിസ്റ്റ് 5 മെയിൽ, സപ്ലിമെന്ററി ലിസ്റ്റ് 8 ഫീമെയിൽ. ഹിന്ദു നാടക സപ്ലിമെന്ററി ലിസ്റ്റ് 4 മെയിൽ, സപ്ലിമെന്ററി ലിസ്റ്റ് 2 ഫീമെയിൽ. SSCCC സപ്ലിമെന്ററി ലിസ്റ്റ് 10 ഫീമെയിൽ, പാസ്ഡ് ഓവർ സപ്ലിമെന്ററി ലിസ്റ്റ് 8 ഉണ്ട്. ഓക്കെ, ധീവര സപ്ലിമെന്ററി ലിസ്റ്റ് 7 മെയിൽ, സപ്ലിമെന്റ് ലിസ്റ്റ് 3 ഫീമെയിൽ. അടുത്ത DAയിൽ LV 4, HI 6, LDCP 6. അപ്പോൾ ഇങ്ങനെയാണ് അഡ്വൈസിന്റെ സ്റ്റാറ്റസ് നിൽക്കുന്നത്. അപ്പോൾ ഇനി കുറച്ച് വേക്കൻസിയും കൂടെ ഇതിനകത്ത് ആഡ് ആയിട്ടുണ്ട്. ആ വേക്കൻസിയുടെ ഡീറ്റെയിൽസ് നമ്മൾ നോക്കുമ്പോൾ ഇനി ഒരു 16 വേക്കൻസിക്കും കൂടെ അഡ്വൈസ് അയക്കാനായിട്ടുണ്ട്. ഇപ്പോൾ റിപ്പോർട്ട് അയക്കുന്ന ഫ്രഷിലും അല്ല NGOയോട് ചേർത്തിട്ട് ഒരു 16 വേക്കൻസിയും കൂടെ ആഡാവാനുണ്ട്. 24 വേക്കൻസി, ഈ 16 കൂടാതെ ഒരു 24 വേക്കൻസിയും കൂടെ ആന്റിസിപ്പേറ്റഡ് ആയിട്ട് ഈ ലിസ്റ്റ് ക്യാൻസൽ ആവുന്നതിന് മുമ്പിട്ട് മെച്ചൂർഡ് ആകാനായിട്ടുണ്ട്. അത് 5-ാം മാസത്തിലോ 6-ാം മാസത്തിലൊക്കെയാണ് മെച്ചൂർഡ് ആകുന്നത്. അപ്പോൾ ആ ഒരു വേക്കൻസിയും കൂടി നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ടോട്ടൽ 24ഉം 16ഉം 40 വേക്കൻസിയാണ് ഇപ്പോഴും ആൾറെഡി ഉള്ളത്. അതിൽ 24 എണ്ണം ആന്റിസിപ്പേറ്റഡ് വേക്കൻസി, 16 എണ്ണം ഫ്രഷ് വേക്കൻസി. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു ഐഡിയ മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇനിയിപ്പം നിലവിൽ വരാൻ പോകുന്ന ലിസ്റ്റിൽ അപ്പോൾ ഞാൻ പറഞ്ഞു ടോട്ടൽ അഡ്വൈസ് 532 ആണ്. അപ്പോൾ ഏകദേശം ആ ഒരു റേഞ്ച് ആയിരിക്കും ഇനി വരാൻ പോകുന്ന ലിസ്റ്റിൽ. മെയിൻ ലിസ്റ്റിൽ ആൾക്കാരുടെ എണ്ണം വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ കഴിഞ്ഞ അതായത് 548/2019 ഇപ്പം നിലവിലുള്ള ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ ഏകദേശം 601 പേരാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു റേഞ്ച് അനുസരിച്ച് തന്നെ ആയിരിക്കും ഇനി വരാൻ പോകുന്ന മെയിൻ ലിസ്റ്റിലും ആൾക്കാരുടെ എണ്ണം ഉള്ളത് എന്നാണ് കരുതപ്പെടുന്നത്. കാരണം കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞത് 550-600 വരുന്നത്. ചിലപ്പോൾ ഒരു 550 അടിച്ച് നിന്നാലും ആയി. കാരണം ഓപ്പൺ കോമ്പറ്റീഷനിൽ 430 മെയിലും 424 ഫീമെയിലും ആയിട്ടുള്ളൂ. അതുകൊണ്ട് ഈ 550 ചിലപ്പം കുറച്ച് താഴോട്ട് വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഈ ഒരു അഡ്വൈസിന്റെ സ്ഥിതി അനുസരിച്ച്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കൊല്ലത്തെ മെയിനായിട്ട് പറയാനുള്ളത്. നമുക്ക് അടുത്ത ദിവസം അല്ലെങ്കിൽ ഉടനെ തന്നെ നമുക്ക് അടുത്ത ജില്ലയുടെ മറ്റൊരു ജില്ലയിലെ ഇതുപോലുള്ള ഡീറ്റെയിൽസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി, നമസ്കാരം.